മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാവിടെ കാത്തു നിൽക്കുകയാണ്. ഇനി ആരെങ്കിലും വരുമോ എന്ന് കരുതിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇരിക്കട്ടെ, അവസാനം അതാ ഒരു ഉമ്മാമ നടന്നു വരികയാണ്. നടന്നും പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ വെച്ച് നിലവിളിച്ച കബറിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഉമ്മാമയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, അല്ല ഉമ്മാ, ഇതാരുടെ കബറാണ്? ഇതെന്റെ പൊന്നുമോന്റെ കബറാണ്. തങ്ങളെ എന്താ പ്രശ്നം? അല്ല തങ്ങളെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവ് ആദരവായ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല ഉമ്മ, നിങ്ങളുടെ മകന്റെ ഹയാത്ത് കാലത്ത്, ജീവിതകാലത്ത് നിങ്ങളിൽ വല്ലതും മാപ്പ് കൊടുക്കാത്തതുണ്ടോ? നിങ്ങളിൽ വല്ലതും പൊരുത്തപ്പെട്ട് കൊടുക്കാത്തതുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തതാ ഉമ്മ പറയുകയാണ്, അതേ തങ്ങളെ, എനിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള മകനാ, എനിക്ക് വല്ലാത്ത സ്നേഹമുള്ള മകനാ. ആ മകന്റെ ഹയാത്ത് കാലത്ത്, ജീവിതകാലത്ത്, ആ മകന്റെ ഹയാത്ത് കാലത്ത് അവൻ മർദ്ദവിച്ചു വന്ന് എന്നെ വല്ലാതെ മർദ്ദിച്ചിട്ടുണ്ട്. തങ്ങളെ, അതെനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ സാധ്യമല്ല, അതെനിക്ക് മാപ്പ് കൊടുക്കാൻ സാധ്യമല്ല തങ്ങളെ എന്നതാ ഉമ്മാവ് പറയുന്ന സമയത്ത് ഹബീബായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ആ പൊന്നുപോലെ സ്വന്തം ഉമ്മയോട് ആവശ്യപ്പെടുകയാണ്, അല്ല ഉമ്മ, അതുകൂടിയൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുമ്മ. ഇല്ല തങ്ങളെ, ഞാൻ അത് പൊരുത്തപ്പെട്ടു കൊടുക്കൂല. കാരണം എന്നോട് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നെ അവന് വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയോട് വീണ്ടും ആവശ്യപ്പെടുന്നു, അല്ല ഉമ്മ, അതുകൂടിയല്ലേ, അതുകൂടിയൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുമ്മ. ഇല്ല തങ്ങളെ, അതെനിക്ക് സാധ്യമല്ലെന്ന് ഉമ്മയും വാശി പിടിക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു, അല്ല ഉമ്മ, നിങ്ങളുടെ പൊന്നുമോന്റെ കബറിന്റെ അരികിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കാതൊന്ന് അടുപ്പിക്കുമ്മ. കാതെല്ലാം അടുപ്പിക്കുന്ന സമയത്തതാ കബറിൽ നിന്ന് കബറാളി നിലവിളിക്കുകയാണ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. തങ്ങളെ, ഞാൻ എന്റെ കബറിൽ വല്ലാത്ത അദാബിലാണ്. തങ്ങളെ, ഞാൻ എന്റെ കബറിൽ വല്ലാത്ത വേവനാതിയിലാണ്, വെപ്രാണത്തിലാണ്, പ്രതിസന്ധി ഘട്ടത്തിലാണ്. നബിയേ, എനിക്ക് അവിടുത്തെ രക്ഷ വേണം നബിയേ, എനിക്ക് അവിടുത്തെ ശഫാഅത്ത് വേണം തങ്ങളെ, എനിക്ക് അവിടുത്തെ ശുപാർശ വേണം നബിയേ എന്നതാ ഖബറാളികൾ വിളിക്കുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് പ്രകാരം ഉമ്മ കേൾക്കുകയാണ്. കേൾക്കേണ്ട താമസം തന്നെ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു. ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തപ്പോൾ അവരിലെ അദാബ് നീങ്ങുകയാണ്. അതല്ലേ നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാന്റെ മകന്റെ ഹയാത്ത് കാലത്തുണ്ടായ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സ്വന്തം ഉമ്മയെ വിളിച്ചു വരുത്തി. ആ ഉമ്മയിൽ നിന്ന് സ്വന്തം മകൾക്ക് പൊരുത്തം വാങ്ങിക്കൊടുത്ത നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നാം
നമ്മുടെ മാതാപിതാക്കളുടെ